ലൈഫ് ലൈൻ തത്സമയ സുപ്രഭാതത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ തന്നെ വന്ധ്യതയെ പറ്റിയാണ് നമ്മളൊന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ നമ്മുടെ ചുറ്റും നോക്കിയാൽ അറിയാം, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ ധാരാളമുണ്ട്. ഇതൊക്കെ ഒരു പരിധിവരെ അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതോ അല്ലെങ്കിൽ ഈ വിഷയത്തിലുള്ള അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതോ അല്ലാതെ വ്യക്തമായ ചികിത്സ രീതി എവിടെ ലഭിക്കുമെന്നുള്ള അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണ്. മാത്രമല്ല ചികിത്സ എവിടെ തുടങ്ങണമെന്നും സത്യം പറഞ്ഞാൽ പിന്നീടുള്ള ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ 75 വയസ്സുകാരൻ അച്ഛനാകാൻ സാധിക്കുന്നു, 65 വയസ്സുകാരി അമ്മമ്മ, അങ്ങനെയുള്ള വാർത്തകളും ധാരാളം വരുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു താല്പര്യം അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു സാധിക്കും എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ഇടയിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളിലൂടെ. ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ചർച്ചയാണ് നമ്മൾ ഇന്ന് ലൈഫ് ലൈൻ സുപ്രഭാതത്തിൽ ചെയ്യാൻ പോകുന്നത്. വന്ധ്യതാ ചികിത്സാ രംഗത്ത് ദീർഘനാളത്തെ പരിചയമുള്ള ഡോക്ടർ മധുരവല്ലി തമ്പിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥിയായി എത്തിയിരിക്കുന്നത്. ഡോക്ടറെ നമുക്ക് സുപ്രഭാതത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇപ്പോ വന്ധ്യത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയാണെന്ന്. ഡോക്ടറുടെ കാഴ്ചപ്പാടിൽ ഈ വന്ധ്യതയ്ക്ക് ഒരു നിർവചനം എങ്ങനെയാണ് ഡോക്ടർ കൊടുക്കുന്നത്? വന്ധ്യതയുടെ നിർവചനം വിവാഹപ്രായത്തിൽ വിവാഹിതരാകുക, വിവാഹിതരായതിനു ശേഷം സംതൃപ്തമായ ഒരു കുടുംബജീവിതം 1 വർഷമെങ്കിലും ഒരുമിച്ചുണ്ടാകണം. അതിനുശേഷം ഒരു കുഞ്ഞുണ്ടായില്ലെങ്കിൽ തന്നെയും അവര് വന്ധ്യതാ ദമ്പതികളെന്ന് ലേബൽ കുത്താതെ ഒരു ഡോക്ടറെ കാണണം. ആ ഡോക്ടർ നോക്കിയതിനു ശേഷം, പരിശോധിച്ചതിന് ശേഷം അവരുടെ അഭിപ്രായവും ചില കറക്ഷനും കഴിക്കുമ്പോൾ അവർ തീർച്ചയായിട്ടും വളരെ പെർസെന്റേജ് ശരിയാകുന്നുണ്ട്. അപ്പൊ ഇത് ശതമാനം ഏറി വരികയാണല്ലോ ഈ വന്ധ്യതയുടെ ശതമാനം. അതെന്തുകൊണ്ടാണ് പണ്ടത്തെ ഒരു ഈ ഡോക്ടറെ കാണുന്നത് എന്താണ്? 1 വർഷം കഴിഞ്ഞ് ഡോക്ടറെ കാണണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിൽ തന്നെ ശതമാനം ഒരുപാട് കുറയ്ക്കാം. എന്തുവെന്ന് വെച്ചാല് ഈ സെക്സിനെ കുറിച്ചുള്ള അജ്ഞത മിക്കവാറും കപ്പിൾസിനുണ്ടായിരിക്കുക. ഈവൻ വളരെ വിദ്യാഭ്യാസമുള്ളവർക്ക്, ദമ്പതികൾക്ക് പോലും ഉണ്ട്. പിന്നെ ഈ ഓവുലേഷൻ ടൈം മിക്കവാർക്കും അറിയില്ല. എന്റെ സ്വന്തം എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഒരു നാടകക്കാരൻ വിവാഹം കഴിഞ്ഞ് 1 വർഷമായിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞു വന്നു. കാരണം ഈ ഓവുലേഷൻ ടൈമിലാണ് അയാൾ നൈറ്റിൽ നാടകത്തിന് പോണത്. പകൽ വന്ന് കിടന്ന് ഉറങ്ങും. അയാളെ ഞാൻ അഡ്വൈസ് ചെയ്തു. തീർച്ചയായിട്ടും പോസിറ്റീവാണ് കിട്ടിയത്. 2 മാസത്തിനകം ആ പെൺകുട്ടി ഗർഭിണിയായി. പിന്നെ മൂന്നാമത് വരുന്നത് ചിലപ്പോൾ ഇൻഫെക്ഷൻ എല്ലാം കാണും. അവർക്ക് അതിനെപ്പറ്റി അജ്ഞതരാണ്. അപ്പൊ ഇൻഫെക്ഷൻ ട്രീറ്റ്മെന്റ് ചെയ്ത അവർ കുട്ടികളുണ്ടാവുന്നുണ്ട്. അപ്പൊ 1 വർഷം കഴിയുമ്പോൾ പുരുഷന്റെ ബീജം ശുക്ലം ഒന്ന് പരിശോധിക്കുന്നതും വളരെ നന്നായിരിക്കും. അതിലെന്തെങ്കിലും ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. അപ്പൊ കുഞ്ഞു ചെറിയ കറക്ഷനിൽ അവര് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അവരെ നമ്മൾ വന്ധ്യതാ ദമ്പതികളെന്ന് തരം തിരിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും നമുക്ക് ഈ ചികിത്സ തുടങ്ങേണ്ടത് അല്ലെങ്കിൽ ഇത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട ടൈം എവിടെയാണ് നമുക്ക് സംശയം തോന്നി തുടങ്ങേണ്ടത്? ഏത് സമയത്താണ്? അപ്പൊ ഈ 1 വർഷം കഴിഞ്ഞ് 1 വർഷം ഇപ്പം ആരും ക്ഷമയോടുകൂടി ഇരിക്കുന്നില്ല. അല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 1 വർഷം ഒരുമിച്ച് അതുകൊണ്ടാണ് ഈ വന്ധ്യതയുടെ ശതമാനം കൂടി വരുന്നത്. ഒരു 3 മാസം കഴിയുമ്പോൾ തന്നെ ദമ്പതികളെക്കാളും കൂടുതൽ ജിജ്ഞാസര അവരുടെ മാതാപിതാക്കളും ബന്ധുക്കളുമാണ്. അപ്പൊ അവരെല്ലാരും കൂടെ ഇട്ട ഈ കുട്ടികളെ, നവദമ്പതികളെ വളരെ നിരുത്സാഹപ്പെടുത്തുകയാണ് എന്റെ അറിവിൽ തോന്നുന്നത്. കുഞ്ഞുങ്ങളുണ്ടായില്ലല്ലോ, കുഞ്ഞുണ്ടായില്ലേ, ഗർഭിണിയായില്ലേ, നിങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് മാനസികമായി ഒരു വിഷമം തോന്നണം. അപ്പൊ ഇതെല്ലാം കൊണ്ട് പെട്ടെന്ന് അവർ പോകുന്നത് ഡോക്ടറെ അടുത്താണ്. അപ്പൊ ഈ വന്ധ്യത ട്രീറ്റ്മെന്റിന്റെ ഒരു ആരംഭം അവരങ്ങ് തുടങ്ങുകയാണ്. അപ്പൊ അതിന്റെ ആവശ്യം നമുക്കില്ല. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ അതൊരു കാരണമാണ്. പിന്നെ രണ്ടാമത്തെ നമ്മളുടെ ആഹാര രീതി. പിന്നെ ഗൾഫ് കൺട്രിയിലാണ് മിക്കവാറും ഭർത്താക്കന്മാർ ജോലി ചെയ്യുന്നത്. കല്യാണം കഴിഞ്ഞ് 3 മാസം കാണും, അല്ലെങ്കിൽ ഒരാഴ്ച കാണും, 3 ദിവസം ഉള്ളവർ പോലും ഉണ്ട്. അപ്പൊ കല്യാണം കഴിച്ച് എന്റെ അടുത്തുനിന്ന് വരുന്നവർ തന്നെ 8 വർഷമായി 10 വർഷമായി ഡോക്ടറെ ഞങ്ങൾക്കൊരു കുഞ്ഞില്ല എന്ന് പറഞ്ഞു വരാറുണ്ട്. അപ്പൊ ഞാൻ ആകെ കൂടി അവരെ കണക്ക് കൂട്ടി നോക്കും, ഒരുമിച്ച് എത്ര നാള് താമസിച്ചു എന്ന് വെച്ചാല് 6 മാസം തികച്ചു കാണില്ല. അപ്പൊ അതൊരു കാരണമാണ്. പിന്നെ ഈ കാരണം എന്താണെന്ന് പ്രത്യേകം ചോദിച്ചാല് സയന്റിഫിക്കലി ശാസ്ത്രീയമായി ഞങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ പറയും ഇൻഫെക്ഷൻ ഒരു പ്രധാന കാരണമാണ്. PCOD എന്ന് പറയും, പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് ഒരു കാരണമാണെന്ന് പറയും. പിന്നെ ഞങ്ങൾ എൻഡോമെട്രിയോസിസ് ഒരു കാരണമാണെന്ന് പറയും. പിന്നെ ഗർഭപാത്രത്തിലോ ഗർഭാശയത്തിലോ ഈ അണ്ടവാഹിനി കുഴലിലോ ഈ ഓവറിയിലോ
ആ ഓവറിന്ന് അണ്ടത്തിലോ അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയും. പിന്നെ പൊതുവെ തൈറോയിഡിന്റെ വല്ല ഫംഗ്ഷനും കുഴപ്പമുണ്ടെങ്കിൽ അതൊക്കെ വേറെ കാര്യങ്ങൾ. ആദ്യം പറഞ്ഞ 2-3 കാര്യങ്ങളൊന്ന് ഇതിന്റെ ഒരു പോയിന്റ് കൂടെ, ഇതോടുകൂടി തന്നെ പുരുഷനിലും എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ, അയാൾക്ക് ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു കാരണമാകും. പിന്നെ വെരിക്കോസിൽ, അതായത് ചൂട് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നത് കാരണം ഇതിന്റെ ശതമാനം കൂടുന്നു. പിന്നെ ഇത് അടിവസ്ത്രങ്ങൾ പോലെ ഇറുകിയ അടിവസ്ത്രങ്ങൾ ഇടുമ്പോഴേക്ക് വെരിക്കോസിലുണ്ട്. അതെല്ലാം ഈ യൂറോളജി ഡോക്ടർ തന്നെ ആൻഡ്രോളജി നോക്കുന്നുണ്ട്. അപ്പൊ ഈ പുരുഷ ശതമാനത്തിന്റെ വന്ധ്യത, പണ്ട് ഈ സ്ത്രീകളെ മാത്രമാണ് വന്ധ്യതയ്ക്ക് വേണ്ടി പിടിച്ചോണ്ടിരുന്നത്. ഇപ്പൊ പുരുഷന്മാർക്കും തന്നെത്താനെ ഒരു ബോധമുണ്ട്, ഞങ്ങളും ഇതില് 50% ഭാഗികളാണ്. അതുകൊണ്ട് പുരുഷനെയും കൂടെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട വളരെ അത്യാവശ്യമായിട്ട് വരുന്നുമുണ്ട്. അതിനവർ വിധേയരാകുന്നുമുണ്ട്. ഡോക്ടറിന്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് എല്ലാം ഭാര്യ ഭർത്താവ് ഒന്നിച്ചാണോ വരുന്നത്? തീർച്ചയായിട്ടും. ഞാൻ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് വന്നില്ലെങ്കിൽ സാധാരണ ട്രീറ്റ്മെന്റിന് ഞാൻ ഒരുക്കല്ല. അപ്പൊ ആദ്യം ഭാര്യയാണോ പരിശോധിക്കുന്നത്? സാധാരണ വന്നു കഴിഞ്ഞാൽ അവരുമായിട്ട് ഞാൻ പേര്, വയസ്സ്, ഇവിടെ താമസിക്കുന്നത്, എന്ത് ജോലി, ഇതെല്ലാം ഒരു ഒഫീഷ്യൽ അല്ല, ഒരു ഫ്രണ്ട്ലി ആയിട്ട് അവരുമായിട്ട് ചങ്ങാതിത്വം വേണം. എന്നിട്ട് അവരുമായിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ചു നോക്കുമ്പോഴേക്ക് ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ അവരെ കാഴ്ചയിൽ തന്നെ എനിക്ക് ഭാര്യയും ഭർത്താവിനെ ആ സമയത്ത് നമ്മൾ നോക്കണം. പൊണ്ണത്തടിയാണോ, ശരീരം ശോഷിച്ചിരിക്കുന്നുണ്ടോ, പിന്നെ അവരുടെ ഈ പെൺകുട്ടിയുടെ മുഖത്ത് അസാധാരണമായി രോമ വളർച്ചയുണ്ടോ. രോമം എന്ന് വെച്ചാൽ ഈ ദാടിയിലും ഈ കവിഴത്തും പിന്നെ ഈ ചുണ്ടിന്റെ മുകളിലല്ല അസാധാരണമായി രോമം വളർച്ച കാണും. എന്താണ് എന്ന് വെച്ചാൽ അതെല്ലാം ഹോർമോണൽ ഇംബാലൻസ് ആണ്. ഈ മെയിൽ ഹോർമോൺ പ്രോമിനന്റ് ഉള്ള ക്യാരക്ടറാണ്. പിന്നെ ഈ തൊണ്ടയിൽ മുഴയുണ്ടോ, കണ്ണ് തള്ളിയിരിക്കണുണ്ടോ, തൈറോയിഡിന്റെ പ്രോബ്ലം. അപ്പൊ തൊണ്ടയിൽ തൈറോയിഡ് കാരണം. അപ്പൊ ഇത് ആ കൂടി പൊണ്ണത്തടിയുണ്ട്, അതും വളരെ പ്രയാസമുള്ളതാണ്. അപ്പൊ ആണുങ്ങളെയും നമ്മൾ ഇതേപോലെ ഒന്ന് ഒബ്സർവ് ചെയ്യണം. ഒബ്സർവ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ പിന്നെ നമ്മൾ അവരുടെ അടുത്ത് പല കാര്യങ്ങളും ചോദിക്കണം. നിങ്ങൾ സെക്സിൽ സാറ്റിസ്ഫൈഡ് ആണോ, പിന്നെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ, ഡയബറ്റീസ് ഉണ്ടോ, പിന്നെ അപസ്മാരം ഉണ്ടോ, ഡിപ്രഷൻ, മാനസികമായ ഡിപ്രഷനുള്ള വല്ല മരുന്നുകൾ കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. കാരണം അപസ്മാരത്തിനും മാനസിക ഡിപ്രഷനുമുള്ള മെഡിസിൻ കഴിക്കുന്ന ദമ്പതികൾ, ഭാര്യയായാലും ശരി ഭർത്താവായാലും ശരി, ഓവുലേഷൻ സപ്രഷൻ വരാം, ബീജത്തിലെ അണുക്കളുടെ ചലനശേഷിയും കുറയാം. അപ്പൊ ഇങ്ങനെ ഒരു വിലയിരുത്തൽ കഴിഞ്ഞിട്ട് അവരെ പറ്റിയുള്ള ഒരു ധാരണ ഡോക്ടർക്കുണ്ടാവും. അങ്ങനെയാണ് സ്റ്റാർട്ടിങ്. തീർച്ചയായും ഈ ദമ്പതികൾ, ഈ വന്ധ്യതാ ചികിത്സയ്ക്ക് വരുന്ന ദമ്പതികൾ ഇങ്ങനെ ഡോക്ടറെ മാറി 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 കണ്ടുകൊണ്ടിരിക്കുന്ന പാർട്ടികളാണ്. അപ്പൊ അവരുടെ കയ്യിൽ നിറയെ കടലാസ് കാണും. അപ്പൊ നമ്മൾ അതും ഒന്ന് ശ്രദ്ധിക്കണം. അതും പുരുഷന്റെ വേറെ സ്ത്രീയുടെ വേറെ മാറ്റിവെക്കണം. മാറ്റിവെച്ചിട്ട് മറ്റ് സ്ഥലങ്ങളിൽ ചെയ്ത ഇൻവെസ്റ്റിഗേഷൻസ്, അവർ ചെയ്ത ട്രീറ്റ്മെന്റ്, അതിന് നമ്മൾ വില കൊടുക്കണം. എന്നെ പോലെ ഒരു ഡോക്ടറെ, എന്നേക്കാളും വളരെ അറിവുള്ള ഒരു ഡോക്ടറെ ഒക്കെ ആയിരിക്കും അവർ കണ്ടിട്ടുള്ളത്. അപ്പൊ അതെല്ലാം നമ്മൾ വിലയിരുത്തി നമ്മൾ അതിന്റെ എല്ലാം ഇതെല്ലാം ചെയ്തുവല്ലോ, അപ്പൊ ഇതെന്തുകൊണ്ടാകാത്ത, അപ്പൊ നമ്മളുടെ യുക്തിയാണ് അവിടെ പ്രധാനം. നമ്മളെ യുക്തിക്ക് പ്രധാന സ്ഥാനം കൊടുത്ത് ഇനി എന്ത് ചെയ്താൽ അവർ ശരിയാകും, ഇതാണ് വേണ്ടത്. എങ്ങനെയുള്ള കേസുകളൊക്കെയാണ് ഡോക്ടർ ഡിറ്റക്ട് ചെയ്തെടുക്കാറ്, മനസ്സിലാക്കിയെടുക്കാറെന്ന് വെച്ചാല്, ഈ ആദ്യം ഞാൻ പുരുഷന്റെ കാര്യം പറഞ്ഞല്ലോ. പുരുഷന്റെ കാര്യത്തില് നമ്മൾ ബീജം ശുക്ലം പരിശോധിച്ച് ബീജത്തിന്റെ നമ്പർ കുറവാണ്. പിന്നെ ആദ്യം പോലെ ബീജത്തിന്റെ ചലനശേഷിയും കുറവാണ്. പിന്നെ ഉദാഹരണ ശേഷി കുറഞ്ഞിരിക്കാം. ഇതെല്ലാം ഉള്ളപ്പോഴേക്ക് നമുക്കൊരു പരിധിയുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആൻഡ്രോളജിസ്റ്റ് ഉണ്ട്. അതായത് യൂറോളജിയിൽ തന്നെ ഈ പുരുഷന്റെ ഈ വക കാര്യങ്ങൾ നോക്കുന്നതിന് ആൻഡ്രോളജിസ്റ്റ് എന്നാ പറയുന്നത്. ഞങ്ങൾ ഗൈനക്കോളജിസ്റ്റും ഇൻഫെർട്ടിലോളജിസ്റ്റ് പോലെ. അപ്പൊ അവരെ ചെന്ന് കാണുക. അപ്പൊ അവര് കാണുമ്പോഴേക്ക് അവർ കൂടി ഒന്ന് പരിശോധിച്ചാൽ ചില പുരുഷന്മാർക്ക് ഈ വെരിക്കോസിൽ കാണും. അതായത് ദുഷിച്ച രക്തവാഹിനികൾ ഈ അണ്ടവാഹിനി കുഴലിനെ ചുറ്റിയിരിക്കും. അതിനാണ് വെരിക്കോസീൽ എന്ന് പറയുന്നത്. ആ വെരിക്കോസീലിനെ മാറ്റി കൊടുക്കുമ്പോഴേക്ക് ഈ ശുക്ലം നല്ലവണ്ണം ഫ്ലോ വരും. അതിനുള്ള ട്രീറ്റ്മെന്റ് ആൻഡ്രോളജിസ്റ്റ് ചെയ്യുമ്പോഴേക്ക് തീർച്ചയായിട്ടും ശരിയായിട്ട് വരും. പിന്നെ ഉദ്ധാരണ ശേഷി ഇല്ലാത്തവർക്ക് അതിനുള്ള മരുന്നുകളുണ്ട്. വിറ്റമിൻസ് ഇൻസഫിഷ്യൻസി ഉള്ളവർക്ക് അതിനുള്ള മരുന്നുകളുണ്ട്. അതെല്ലാം അവർക്ക് വിട്ടുകൊടുക്കണം. അത് ട്രഡീഷണലി ഞങ്ങൾ തന്നെ അതൊന്നും നോക്കാന്ന് വെച്ചാൽ അത് ശരിയാവില്ല. പിന്നെ പല സ്പെഷ്യലിസ്റ്റുകളുടെയും കൂട്ടായ്മ തീർച്ചയായിട്ടും ഒരു ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന് ആദ്യം ഒരു ഗൈനക്കോളജിസ്റ്റ് അസസ് ചെയ്തു കഴിഞ്ഞാൽ
ഒരു എൻഡോക്രൈനോളജിസ്റ്റ്, ഒരു യൂറോളജിസ്റ്റ്, ഒരു മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ്, ഇവരെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാലേ നമുക്ക് സമ്പൂർണ്ണമായി ഒരു പേഷ്യന്റിനെ നോക്കി ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ മാത്രം കൊണ്ട് പറ്റത്തില്ല. ഈ പുരുഷന്മാരിൽ കണ്ടുവരുന്ന ഈ കേസസ് പോലെ തന്നെ സ്ത്രീകളിലും കേസസ് ഉണ്ടാകും. തീർച്ചയാണ്. അപ്പൊ പുരുഷനെ നമ്മൾ ഒരു ഭാഗത്ത് ഇതൊക്കെയാണോ മാഡം പറഞ്ഞ രീതിയിലുള്ള കേസസ് ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ? പുരുഷനെ സംബന്ധിച്ചത് അവർക്കും വേറെ മറ്റു കാര്യങ്ങളുണ്ട്. ഹാർമോണൽ ഇംബാലൻസ് ഉള്ളവരുണ്ട്, ഡയബറ്റീസ് ഉള്ളവരുണ്ട്, മറ്റ് സിസ്റ്റമിക് ഡിസീസ്, അതായത് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, പിന്നെ അപസ്മാരം, മാനസിക പല വിധത്തിലും, അതെല്ലാം മെഡിക്കൽ ഡോക്ടർ കൈകാര്യം ചെയ്തോളും. നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ പുരുഷന്റെ ബീജം കുഴപ്പമൊന്നുമില്ല, എല്ലാ അണുക്കളെ ചലനശേഷി നല്ലതാണ്. ഇതെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വളരെ കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പൊ സ്ത്രീയുടെ ഭാഗത്താണ് കുഴപ്പമെന്ന് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ സ്ത്രീയെ നോക്കണം. സ്ത്രീയെ നോക്കുമ്പോൾ സ്ത്രീയുടെ തല തൊട്ട് കാല് വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ മുഖത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു, തൊണ്ടയിലും. അതിനുശേഷം സ്തനഭാഗം നമ്മൾ ശ്രദ്ധിക്കേണ്ടുള്ളതാണ്. സ്തനത്തില് അപൂർവമായിട്ടുള്ള വെള്ളം പോലത്തെയോ പാല് പോലത്തെയോ ഡിസ്ചാർജ് കാണും. അത് മിക്കവാറും നമ്മൾ മറക്കും. അതിന് വളരെ, അതായത് പ്രൊലാക്റ്റിൻ എന്നൊരു ഹാർമോൺ കൂടുതൽ അവരുടെ ശരീരത്തിലുണ്ട്. അത് ഈ പ്രസവിച്ച് മുല കൊടുക്കുന്ന സ്ത്രീകൾക്കാണ് കാണുന്നത്. അപ്പൊ ഇവർക്ക് ഈ പ്രതിഭാസം ഉള്ളത് കാരണം ഓവുലേഷൻ സപ്രഷൻ വരും. പിന്നെ അതുപോലെ തന്നെ ഈ സ്തനത്തിന്റെ ചുറ്റും അപൂർവമായി ധാരാളം രോമ വളർച്ച കാണും. അപ്പൊ അത് ആൻഡ്രോജനിക് ഇൻഫ്ലുവൻസ് കൂടുതൽ എന്നുള്ളതാണ്. അപ്പൊ ഓവുലേഷൻ സപ്രഷൻ വരും. പിന്നെ അതിനുശേഷം അടിവേര് തപ്പി നോക്കുമ്പോൾ വല്ല മുഴയോ വല്ലതും ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാം. വേദന ഉണ്ടെങ്കിൽ അതെന്തെങ്കിലും മനസ്സിലാക്കും. പെൽവിക് ഇൻഫെക്ഷനോ, അതായത് അണുബാധകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാം. പിന്നെ യോനി പരീക്ഷിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളുടെ വിരല് ഉണ്ടല്ലോ, അത് വെച്ച് നോക്കുമ്പോൾ യൂട്രസിന്റെ പൊസിഷൻ മനസ്സിലാക്കാം. അബ്നോർമൽ, സാധാരണ ഗതി അല്ലാത്ത വിധത്തിലുള്ള ഡിസ്ചാർജ് വല്ലതും ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം. അണുബാധ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം. അപ്പൊ അതെല്ലാം ട്രീറ്റ്മെന്റ് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഏറെക്കുറെ അത് ശരിയാകും. പിന്നെ വേറെയുള്ള ഇൻവെസ്റ്റിഗേഷൻ ആദ്യമായിട്ട് മറ്റേ പഴയ റിപ്പോർട്ട്സില് മറ്റേ DNCയും മറ്റ് ഹിസ്റ്റോസൾഫിൻജിയോഗ്രാഫി ഇതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് റിപ്പീറ്റ് ചെയ്യണ്ട. പിന്നെ നമ്മൾ നോക്കണം എന്തുകൊണ്ടാണ് ഇവരുടെതെന്ന്. പിന്നെ ചെലവ് കുറഞ്ഞതും ഫലപ്രദവുമായ ഒരു ചികിത്സ ഏതായിരിക്കും? തീർച്ചയായും ചിലവ് കുറഞ്ഞതും ഫലപ്രദവുമായെന്ന് വെച്ചാല് നമ്മള് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു സ്ത്രീയെ കുറിച്ച് ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഡോക്ടർ, അതിനു മുമ്പ് നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ, ആരാ, എവിടുന്നാ? ഞാൻ രാജസ്ഥാനിൽ നിന്നാണ്. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ. യെസ്, ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഞാൻ രാജസ്ഥാനിൽ നിന്നാണ് വിളിക്കുന്നത്. ആരാ? 2 വർഷമായി ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട്. പേരെന്താ? ഹലോ ഹലോ, പേരെന്താ? എന്റെ പേര് രേഖ. പറയണം. ഞാൻ 2 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. അതെ. അപ്പൊ ഇപ്പൊ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ചെക്ക് ചെയ്തായിരുന്നു. അതെ. അപ്പം പിന്നെ സ്കാനൊക്കെ ചെയ്ത് നോക്കി. അപ്പൊ ഓവുലേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതെ. പിന്നെ ഹസ്ബൻഡിന്റെ സെമൻ ചെക്ക് ചെയ്തപ്പോ കൗണ്ട് തീരെ കുറവാണ്. അത് പിന്നെ 3 മില്യൺ 4 മില്യൺ ഒക്കെ ഉള്ളൂ. അതൊരു മെയിൻ കാരണമാണ് അതിന്റേത്. അതിന് വിഷമിക്കാനൊന്നുമില്ല. നല്ല ഒരു യൂറോളജിസ്റ്റിനെ കാണിക്കണം. യൂറോളജിസ്റ്റ് ഒന്ന് കണ്ടു. അപ്പൊ ചെക്ക് ചെയ്തപ്പോ പുറമേ നോക്കിയിട്ട് പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ 3 മാസത്തെ ടാബ്ലറ്റ് കുറിച്ച് തന്നു. കഴിക്കാൻ കൊടുക്കണം. ഓങ്കോമോക്സ് താമോക്സിഫിൻ ടാബ്ലറ്റും പിന്നെ പ്രഗ്മേറ്റ് എന്നുള്ള ടാബ്ലറ്റ് 2 ടാബ്ലറ്റ് കുറിച്ച് തന്നായിരുന്നു. അത് 3 മാസം കഴിച്ചു കഴിഞ്ഞ് പിന്നെ ചെക്ക് ചെയ്തപ്പോൾ അതുപോലെ തന്നെ അക്കൗണ്ട് നിൽക്കുന്നത്. വെരിക്കോസിൽ വല്ലതും ഉണ്ടെന്ന് പറഞ്ഞോ? പുറമെ നോക്കിയിട്ട് ഒന്നും ഇല്ലെന്നാ, കുഴപ്പമൊന്നും ഇല്ലെന്നാ പറഞ്ഞു. ഹാർമോൺ ടെസ്റ്റ് വല്ലതും ചെയ്തോ? അങ്ങനൊന്നും ചെയ്തില്ല. ഹാർമോൺ ടെസ്റ്റ് ചെയ്യണം. ഭർത്താവിന് ഡയബറ്റീസോ പ്രഷറിന്റെ അസുഖമോ വല്ലതും ഉണ്ടോ? അതെല്ലാം നോക്കി, അപ്പൊ ഒരു അസുഖവും ഇല്ല. അപ്പൊ ഹാർമോൺ ടെസ്റ്റുകളും എല്ലാം ചെയ്യണം. ഇനിയിപ്പോ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ട? ഞങ്ങള് നാട്ടിൽ എപ്പോ വരും? നാട്ടിൽ ഉടനെ വരാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇവിടെ എങ്ങാനും ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ അവിടെ നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി നല്ലൊരു ആൻഡ്രോളജിസ്റ്റിനെ കാണിക്കണം. ഈ ട്രീറ്റ്മെന്റ് ഇവിടത്തെ ചികിത്സയില് തൃപ്തി അല്ലെങ്കിൽ മറ്റൊരു ഡോക്ടറെ കാണിക്കുന്നതില് പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്നോ? ഇത് നോക്കി കുറച്ചുകൂടെ കൗണ്ട് കൂടിക്കഴിഞ്ഞാല്, ഈ ശുക്ലത്തിന്റെ ബീജത്തില് ചലനശേഷി കൂടിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് IUI എന്നുള്ള ഒരു മെത്തേഡ്, അതായത് നിങ്ങളെ സ്വന്തം ഹസ്ബൻഡിന്റെ ശുക്ലത്തിലുള്ള ബീജത്തിനെ അരിച്ചെടുത്ത് വാഷ് ചെയ്ത് നിങ്ങളെ യൂട്രസിൽ സമയത്ത്
നിങ്ങളുടെ ഓവുലേഷന്റെ സമയത്ത് ഉള്ളിലോട്ട് ഗർഭപാത്രത്തിലോട്ട് കടത്തിവിടുന്നതിനുള്ള മാർഗമുണ്ട്. അതും ചെയ്യാം. അതിന് IUI എന്നാ പറയണേ. ശരി. അപ്പൊ അത് ഒത്തിരി ചെലവ് കൂടി അല്ല, അത് അത്രയും ചെലവുള്ളതല്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത് ആൻഡ്രോളജിസ്റ്റിനെ കാണാം. ആൻഡ്രോളജിസ്റ്റ് അല്ലേ? അതെ. താങ്ക് യു. ഒരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ. ഹലോ, എവിടുന്നാ വിളിക്കുന്നത്? കൈമനത്തുനിന്ന്. ഡോക്ടർ സംസാരിച്ചോളൂ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായി. ഞങ്ങൾ ലേറ്റ് മാരേജ് ആയിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പം പ്രഗ്നന്റ് ആയി. ഇവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ട്രീറ്റ്മെന്റ് നടത്തിയത്. അവിടുന്ന് അവര് പെട്ടെന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, പിന്നെ നിങ്ങൾക്ക് ഫ്ലൂയിഡ് പോയി, പെട്ടെന്ന് തന്നെ SIT പൊക്കോളാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ പോയി, അവിടെ ചെന്ന് നോക്കിയപ്പം ഫ്ലൂയിഡ് പോയി. അവര് ഉടനെ സിസേറിയൻ ചെയ്യാൻ പറഞ്ഞു. സിസേറിയൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കല്ലേ എന്റെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാതെ വന്നു. പിന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് പിറ്റേ ദിവസം സിസേറിയൻ ചെയ്തെടുത്തു. കുട്ടി 2 ദിവസം ജീവിച്ചിരുന്നു. പിന്നെ കുട്ടി മരിച്ചുപോയി. കഴിഞ്ഞ് പിന്നെ ഞാൻ പ്രഗ്നന്റ് ആയി. ഞാൻ ട്രിവാൻഡ്രത്തൊരു ഇൻഫെർട്ടിലിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് 7 മാസം കിടന്നു. അവിടെ വെച്ച് 8-ാം മാസം കുട്ടി മരിച്ചുപോയി. പിന്നെ ഇതുവരെ ഞാൻ പ്രഗ്നന്റ് ആയിട്ടില്ല. ഇനി കുട്ടി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? വിവാഹം കഴിച്ച സമയത്ത് നിങ്ങൾക്ക് എത്ര വയസ്സായിരുന്നു? 37. ഇപ്പൊ എത്ര വയസ്സാണ്? ഇപ്പൊ 42. തീർച്ചയായിട്ടും കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. ഭർത്താവിന്റെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. അപ്പം ഇനി നല്ല ഒരു ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ സാധ്യത ഉണ്ട്. അപ്പൊ രണ്ടാമത്തെ കുട്ടിയും ആദ്യത്തെ കുട്ടിയും ഇങ്ങനെയെല്ലാം എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് നല്ലതായിട്ടൊന്ന് ഡോക്ടർ പറഞ്ഞ BP ആ സമയത്തുള്ളത് കൊണ്ടാണ്. അത് തന്നെയാണ് കാരണം. അപ്പൊ BP നേരത്തെ കൺട്രോൾ ചെയ്യണം. ഒരു മെഡിക്കൽ ഡോക്ടറിന്റെ അഡ്വൈസും കൂടെ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ആവശ്യമാണ്. ആദ്യം തൊട്ടേ പ്രഗ്നന്റ് ആകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെ ശരീരം തയ്യാറാകണം. പ്രഷർ ഒന്നും വരാതെ എല്ലാം നിയന്ത്രിച്ച് സ്വസ്ഥമായ ശരീരം ആക്കിയതിന് ശേഷം നിങ്ങൾ ഗർഭിണിയാകാൻ ട്രൈ ചെയ്യണം. പിന്നെ കൂടാതെ ഇൻഫെർട്ടോളജിസ്റ്റിന്റെ സഹായവും കൂടെ വേണ്ടിവരും. കാരണം ഈ 42 വയസ്സായതുകൊണ്ട് ഓവുലേഷൻ എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ട്രീറ്റ്മെന്റും കൂടെ ഇതിന്റെ കൂടെ എടുക്കേണ്ട ആവശ്യമാണ്. അതുപോലെ ഡോക്ടർ ഇങ്ങനെ മനസ്സ് വിഷമിപ്പിക്കേണ്ട കാര്യമില്ല. സന്തോഷത്തോടെ ഇരിക്കുക. അതെ, സന്തോഷത്തോടു കൂടി ഇരിക്കുക. മാനസിക ഇമോഷണൽ ആവണ്ട. അധികം വിഷമിക്കാതെ നല്ല ട്രീറ്റ്മെന്റ് ചെയ്ത് ഈശ്വരാധീനം കൊണ്ട് നിങ്ങൾക്ക് കുട്ടി ഉണ്ടാകട്ടെ. ഓക്കെ, താങ്ക് യു. ഇനിയും ഒരു കോളാണ് ഡോക്ടർ. ഹലോ. ഹലോ, എവിടുന്നാ വിളിക്കുന്നത്? ഇത് കൊല്ലത്തു നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടർ സംസാരിച്ചോളൂ. ഹലോ. ഹലോ. മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. എന്റെ പേര് ധന്യ എന്നാണ്. കൊല്ലത്തു നിന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഹലോ ഹലോ കേൾക്കാം. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായി ഡോക്ടർ. അപ്പം ഞങ്ങള് വേറെ ഡോക്ടറെ കണ്ടായിരുന്നു. കണ്ടപ്പം ഫസ്റ്റ് ചെക്കപ്പ് നടന്നപ്പം കുഴപ്പങ്ങളൊന്നുമില്ല. 6 മാസം നോക്കാൻ പറഞ്ഞ്. അപ്പൊ ഇപ്പൊ ഡോക്ടർ പറഞ്ഞ ഡേറ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ ഇതുവരെ പ്രഗ്നന്റ് ആയില്ല. അപ്പൊ അതൊന്നും അറിയാൻ വേണ്ടിയായിരുന്നു. നിങ്ങളുടെ വയസ്സ് എത്രയാണ്? എനിക്കിപ്പോ 25 വയസ്സ്. 25 വയസ്സ്. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഇപ്പം ഈ മാർച്ച് 23 ആകുമ്പോ 2 വർഷം ആവുള്ളൂ. 2 വർഷം ആകും. പരിശോധനകളെല്ലാം കഴിഞ്ഞു. കഴിഞ്ഞു. ഭർത്താവിനും ഭാര്യയ്ക്കും പ്രശ്നങ്ങളൊന്നും ഇല്ല. എല്ലാ ഭർത്താവ് നാട്ടിൽ തന്നെയുണ്ട്. ഉണ്ട്. അപ്പൊ വേറെ ടെസ്റ്റുകൾ വല്ലതും ചെയ്തോ? പ്രത്യേകിച്ച് വേറെ ഒന്നും നടത്തില്ല. ഇത് ഹസ്ബൻഡിന്റെ സമയത്തെല്ലാം ടെസ്റ്റ് ചെയ്തു. അതെ. അപ്പൊ കൗണ്ട് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. എനിക്കിപ്പം കുഴപ്പങ്ങളൊന്നും ഇല്ല. അപ്പൊ അത് പിന്നെ താമസിക്കണം എന്താണെന്ന് അറിയാനായിരുന്നു. അത് ചെറിയ 1-2 ടെസ്റ്റുകൾ കൂടെ ചെയ്യേണ്ടതുണ്ട്. അത് ഈ PCT എന്നൊരു ടെസ്റ്റ് ഉണ്ട്. അതായത് ഇപ്പൊ ചർച്ചയിൽ നമ്മളെല്ലാം പറയണമല്ലോ. PCT എന്ന് വെച്ചാൽ ഈ പോസ്റ്റ് കോയിറ്റൽ ടെസ്റ്റ്. അതായത് നിങ്ങൾ ബന്ധപ്പെട്ടതിന് ശേഷം നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ആദ്യം ഈ ബന്ധപ്പെട്ട് 2-3 മണിക്കൂർ, അതായത് ഓവുലേഷൻ ടൈം എന്ന് വെച്ചാല് സാധാരണ പീരിയഡിന്റെ മധ്യഭാഗത്തുള്ള ഒരു 30 ദിവസത്തിലൊരിക്കൽ മെൻസ്ട്രേഷൻ ഉള്ള സ്ത്രീക്ക് ഒരു 14-15 ദിവസമാണ് ഓവുലേഷൻ ടൈം. ഈ സ്കാൻ എല്ലാം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആ സമയം നോക്കിയാണ് നമ്മൾ ഓവുലേഷൻ നിശ്ചയിച്ചിരുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മളുടെ യോനി മുഖത്തുണ്ടാകുന്ന ദ്രാവകം വളരെ വളരെ ക്രിസ്റ്റൽ വൈറ്റ് ആയിരിക്കും. മാത്രമല്ല അതിനെ വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ നൂല് പോലെ വരും. അതിനെ സ്പിൻ ബാർക്കി ടെസ്റ്റ് എന്നാണ് പറയുന്നത്. ആ സമയത്ത് നിങ്ങളെ ബന്ധപ്പെടണം. ബന്ധപ്പെട്ട് ഒരു 3 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് വന്നു കഴിഞ്ഞാല് ഡോക്ടർ അതിനെ ആദ്യം എടുത്ത് പരിശോധിക്കും. പരിശോധിക്കുമ്പോ ഈ നിലത്തിൽ നമ്മൾ വിത്തിടും പോലാണ്.
അത് നല്ലതായിട്ട് കിടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഗർഭിണിയാകാൻ അവിടം വരെ സാധ്യത കൂടുതലാണ്. ചിലപ്പോ ഇൻഫെക്ഷൻ വല്ലതും ഉണ്ടെങ്കിൽ അത് ചത്തുപോകും. ഇല്ലെങ്കിൽ വേറൊരു ആന്റിബോഡി എന്നൊരു പ്രതിഭ നിങ്ങളെ ശരീരത്തിലുണ്ടെങ്കിൽ ഹസ്ബൻഡിന്റെ നല്ല ടെസ്റ്റ് ആയിരുന്നാൽ പോലും ഇത് ചെന്ന് പതിക്കുമ്പോ ഇതെല്ലാം ചത്തുപോകും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് IUI നേരത്തെ പറഞ്ഞതുപോലെ ബീജത്തിനെ വാഷ് ചെയ്തെടുത്ത് നല്ല ബീജം നോക്കി യൂട്രസിനും ഗർഭാശയത്തിന്റെ അകത്തേക്ക് കുത്തിവെക്കേണ്ടി വരും. അപ്പൊ ഇത് അതിനുവേണ്ടി ഒരു ഡോക്ടറെ ഗൈനക്കോളജിസ്റ്റിനെ കാണണം. പിന്നെ അതിലും വിജയം കൈവരിച്ചില്ലെങ്കിൽ DNC എന്ന് പറയും, അതായത് ഡയലറ്റേഷൻ ആൻഡ് ക്യൂറേറ്റ്. യൂട്രസിന്റെ മുഖം വികസിച്ചിട്ടില്ലെങ്കിൽ അതിന് ശരിയായിട്ട് നോക്കണം. പിന്നെ ഇപ്പൊ സ്കാൻ ഉണ്ട്, സ്കാൻ വെച്ച് ഓവലേഷൻ ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ HSC ഉണ്ട്. HSC എന്ന് വെച്ചാൽ ഇതൊന്നും ചെലവുള്ള കാര്യങ്ങളല്ല. ഹിസ്റ്റോസാൽഫിൻജിയോഗ്രാഫി. ഈ അണ്ടവാഹിനി കുഴലില് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാം. ഈ അണ്ടവാഹിനി കുഴലില് ചിലപ്പോ ഇങ്ങനെ കിങ്ങിങ്, അതായത് വളഞ്ഞോ വല്ലതും കിടക്കുകയോ മൈൽഡ് ബ്ലോക്ക് വല്ലതും ഉണ്ടെങ്കിൽ അതിന് ഈ HSC ചെയ്യുമ്പോൾ അതൊരു ട്രീറ്റ്മെന്റുമാണ്, അതേ സമയം ഒരു ഡയഗ്നോസിസും ആണ്. അങ്ങനെ നിങ്ങൾ പല വിധത്തിൽ അതില് നിങ്ങളെ പീരിയഡ് കറക്റ്റ് ആണല്ലോ. അപ്പൊ ഈ ചെറിയ കുഞ്ഞു കാര്യങ്ങളും ചെയ്തുമ്പോ നിങ്ങൾ തീർച്ചയായിട്ടും ഗർഭിണിയാകും. ഓക്കെ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു. അടുത്ത ഒരു കോളുണ്ട്. ഹലോ ഹലോ ഹലോ, ഞാൻ ഡൽഹി ഗാസിയാബാദിന്നാണ് വിളിക്കുന്നത്. സംസാരിച്ചോളൂ. ഉത്തർപ്രദേശ്. കല്യാണം എന്ന എന്റെ പേര്. സംസാരിച്ചോളൂ. ഹലോ, ഡോക്ടർ കേൾക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. പറയൂ. ഞാൻ ഉത്തർപ്രദേശാണ് സംസാരിക്കുന്നത്. പറയൂ. എനിക്ക് കല്യാണം ഇപ്പൊ കഴിഞ്ഞിട്ട് 3 കൊല്ലമായി. 1.5 വർഷമായപ്പോ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. അതെ. അത് അബോർഷനായിപ്പോയി, വളർച്ചയില്ലാന്ന് പറഞ്ഞു. പിന്നെ ടോർച്ച് ടെസ്റ്റ് അതേപോലെ ടെസ്റ്റ് നടത്തി, ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. പിന്നെ ഓവലറി സ്റ്റഡി നടത്തി, അതില് പ്രോബ്ലം ഉണ്ട്, അണ്ടം വളരുന്നില്ല. 21ാമത്തെ ദിവസം വരെ 7 മീറ്റർ വരെ വളർച്ചയുള്ളായിരുന്നു. പിന്നെ ഡോക്ടറിന് ഗുളികയൊക്കെ കുറിച്ച് വന്നു. അത് ഈ മാസം മുതൽ തുടങ്ങും. എനിക്ക് മെൻസസ് റെഗുലർ അല്ല. 3 മാസം 4 മാസം കൂടിയിരുന്നാണ്. അത് ആ മെൻസസ് റെഗുലർ അല്ലാത്ത ഈ അണ്ടവളർച്ചയുടെ കുഴപ്പം കൊണ്ടാണോ എന്നറിയണം. പറയട്ടെ. അപ്പൊ തീർച്ചയായിട്ടും മെൻസ്ട്രേഷൻ റെഗുലർ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ശരീരത്തിൽ ഹാർമോണൽ ഇംബാലൻസ് ഉണ്ട്. അപ്പൊ അത് തൈറോയിഡ് കൊണ്ടാകാം, അല്ലെങ്കിൽ ഓവുലേഷൻ ഉണ്ടാകുന്ന ചില ഹാർമോൺസിന്റെ കൂടുതൽ കുറവ് കൊണ്ടോ ആകാം. അപ്പൊ അതിന്റെ അളവുകളെല്ലാം നോക്കണം. പിന്നെ ഒരു പ്രാവശ്യം ഗർഭിണി ആയതുകൊണ്ട് നിങ്ങൾക്ക് 75% തീർച്ചയായും അടുത്ത് ഗർഭിണിയാകാൻ സാധിക്കും. അത് ആ ഓവുലേഷൻ അണ്ടവളർച്ചയ്ക്കുള്ള മരുന്ന് വന്നിട്ടുണ്ട്, ഗുളിക വന്നിട്ടുണ്ട്. അത് കഴിച്ചാൽ ശരിയാവുമോ? തീർച്ചയായിട്ടും. അപ്പം ആ പീരീഡ് ഓവുലേഷൻ പീരീഡ് ആദ്യം റെഗുലർ ആക്കണം. പീരീഡ് റെഗുലർ ആക്കി ഓവുലേഷൻ ഉണ്ടായി എന്ന് സ്കാൻ വഴി നിങ്ങളെ ഡോക്ടർ നിങ്ങളെ ബോധ്യമാക്കും. അപ്പൊ ഈ ഓവുലേഷൻ ടൈമിലാണ് നിങ്ങൾ ബന്ധപ്പെടേണ്ടത്. അല്ലാത്ത സമയത്ത് നിങ്ങളെ ഇഷ്ടം പോലെ ആകാം, പക്ഷെ ഈ ഓവുലേഷൻ ടൈം മിസ് ചെയ്യരുത്. അത് എനിക്ക് ഇതുവരെ ഓവുലേഷൻ ശരിയായിട്ടില്ല. ഓവുലേഷൻ ശരിയാക്കണം, അതാണ് പ്രധാനം. അപ്പൊ അവിടുത്തെ ഡോക്ടറെ കണ്ട് ഓവുലേഷൻ ശരിയാക്കി എടുക്കണം. അതിന് ഒത്തിരി മരുന്ന് കഴിച്ചതാണ്. അതിന് ഒരുപാട് മരുന്ന് കഴിച്ചു, പക്ഷെ ആ മരുന്ന് കഴിക്കുന്ന പീരീഡിൽ ശരിയാവും. അല്ലാത്തപ്പോ അത് പിന്നെയും മരുന്ന് കഴിച്ച് ഓവുലേഷൻ ഉണ്ടാക്കി ആ സമയത്ത് തന്നെ ഓവുലേഷൻ ടൈമില് വേഴ്ച ഉണ്ടാക്കി നിങ്ങൾ ബന്ധപ്പെടണം. ഇല്ലെങ്കിൽ ഓവുലേഷൻ നല്ലവണ്ണം ഈ ഓവുലേഷൻ ഇൻഡക്ഷൻ ഇപ്പൊ നല്ല മരുന്നുകളെല്ലാം ഉണ്ട്, അതെല്ലാം കഴിച്ചിട്ട് ഓവുലേഷൻ ആ ടൈമില് ഒരു IUI ചെയ്യുന്നതിലും കുഴപ്പമില്ല. ശരി മാഡം. ഇനി ഒരു കോൾ ഉണ്ട് മാം. ഹലോ. പറഞ്ഞോളൂ, ഡോക്ടർ സാർ ഉണ്ടാകത്ത്. ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. യെസ്, ഗുഡ് മോർണിംഗ്. എന്റെ മകളുടെ കാര്യം പറയാൻ വേണ്ടിട്ടാണ്. ഹലോ. യെസ്, കേൾക്കണുണ്ട്. എന്റെ മകൾക്ക് 22 വയസ്സ് പ്രായമുണ്ട്. അവൾക്കിപ്പോ ഏതാണ്ട് 1 വർഷത്തിൽ ഇപ്പൊ ഈ മാസത്തില് ഉണ്ടാകുന്നത് എല്ലാ മാസത്തിലും വരുന്നില്ല. അത് മറ്റു യാതൊരു കുഴപ്പമില്ല. 3-4 മാസം കൂടുമ്പോഴത്തേക്ക് ഒരു ദിവസം മറ്റോ ഇങ്ങനെ ബ്ലീഡിംഗ് ഉണ്ടാകാറുണ്ട്. പിന്നീട് ശരിക്കും ഇതാകുന്നില്ല. അതെ. ഈ കുട്ടി കല്യാണം കഴിച്ചതാണോ? കല്യാണം കഴിക്കാനുള്ള ഇതുണ്ട് ഇപ്പോഴും. എങ്ങനെയുണ്ട് ശരീരം എങ്ങനെയുണ്ട്? പൊണ്ണത്തടിച്ചാണോ മെലിഞ്ഞ കുട്ടിയാണോ? സാധാരണ ഒരു കുട്ടിയാണ്. എങ്കിലും എത്ര വെയിറ്റ് ഉണ്ട്? വെയിറ്റ് 48 കിലോ. 48 കിലോ 22 വയസ്സിന് തീർച്ചയായിട്ടും പാകമാണ്. അധികമാണോ? തീർച്ചയായിട്ടും പാകമാണ്, അധികമല്ല. അപ്പൊ ഈ കുട്ടിയെ നല്ലവണ്ണം ഒന്ന് പരിശോധിക്കണം.
അതായത് ആ കുട്ടിയുടെ ഹോർമോൺ ടെസ്റ്റ്, തൈറോയ്ഡ് ഹോർമോൺ, മറ്റേ ഓവുലേഷന്റെ ഹോർമോൺ, അത് ഉണ്ടാകുന്ന ഹോർമോൺ എല്ലാം ഒന്ന് നോക്കണം. പിന്നെ കുട്ടി ശോഷിച്ച കുട്ടിയാണെങ്കിൽ രക്തക്കുറവോ വളർച്ചയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. നിങ്ങൾ വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ? വെജിറ്റേറിയനും ആണ് നോൺ വെജിറ്റേറിയനും ആണ്. എന്നിരുന്നാലും ചില വിറ്റമിൻസ് എല്ലാം വളരെ ആവശ്യമാണ്. ഈ ട്രേസ് എലിമെന്റ്സ് എന്നൊക്കെ പറയും. അതൊക്കെ ഉള്ള വിറ്റമിൻസ് എല്ലാം കൊടുത്ത് കുട്ടി നല്ല റെഡിയാക്കി എടുത്താലേ ശരിയാവും. ശരി ഡോക്ടർ. താങ്ക് യു. ഓക്കെ, ഇനിയും കോളാണ്. ഹലോ. ഹലോ, എവിടുന്ന വിളിക്കുന്നത്? ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണേ. ഡോക്ടർ സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ, ഗുഡ് മോർണിംഗ്. യെസ്, ഗുഡ് മോർണിംഗ്. എന്റെ പേര് മാരിസല്ല എന്നാ. എന്താ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായി. ഞങ്ങൾക്ക് ഇതുവരെ കുട്ടികളുണ്ടായിട്ടില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ ടെസ്റ്റ് ഒക്കെ ചെയ്തു. അങ്ങനെ വന്നപ്പോ ഹസ്ബൻഡിനൊരു കുഴപ്പമില്ല. എനിക്ക് യൂട്രസിന്റെ ട്യൂബ് ഒന്ന് ബ്ലോക്കാണ്, ഒന്ന് ഒട്ടിച്ചേർന്നിരിക്കണമെന്നാ പറയണേ. അപ്പൊ ഞങ്ങള് അപ്പൊ അത് ഓപ്പറേഷൻ ചെയ്ത് അവര് ട്യൂബിന്റെ ബ്ലോക്ക് മാറ്റാന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്ത് ആ ട്യൂബ് അങ്ങ് എടുത്തു കളഞ്ഞ്. പിന്നീട് IVF നടത്തി. IVF നടത്തിയിട്ട് ഒരു കുഴപ്പമില്ല, എല്ലാം സക്സസ് ആയിരുന്നു. എന്നിട്ട് അത് പിന്നെ എനിക്ക് കിട്ടിയില്ല, അത് പോയി. അപ്പൊ IVF ആദ്യമായിട്ട് കിട്ടിയില്ലേ? ആദ്യം കിട്ടിയില്ല. അപ്പൊ ഡോക്ടർ പൂർണ്ണമായി ഉറപ്പ് പറഞ്ഞതാണ്. അപ്പൊ 14 ദിവസം ഇങ്ങനെ ബെഡ് റെസ്റ്റ് ഒക്കെ ആയിരുന്നു. പിന്നെ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോ അത് നെഗറ്റീവ് ആയിരുന്നു. അപ്പൊ കിട്ടിയില്ല. ഇപ്പൊ ആ ഒട്ടിച്ചേർന്നിരിക്കുന്ന ട്യൂബിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഡോക്ടർ? അത് എത്രത്തോളം ഒട്ടിയിട്ടുണ്ട്, എവിടെയാണ് ഒട്ടിയിട്ടുണ്ടെന്ന് പറയാം ഈ ഫോണിൽ കൂടെ സാധിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും IVF ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ തന്നെയും റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടെ 1 or 2 പ്രാവശ്യം കൂടെ ചെയ്യുന്നതിൽ തെറ്റില്ല. അത് പിന്നെ വിജയ ശതമാനം ഉണ്ടോ? ഉണ്ടല്ലോ. വിജയ ശതമാനം എന്ന് വെച്ചാൽ നമുക്കൊരു മാക്സിമം 30% പ്രതീക്ഷിക്കാം. അതില് ഭാഗ്യവതിയായ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൃത്രിമ ട്യൂബ് ഉപയോഗിക്കാൻ പറ്റുമോ? കൃത്രിമ ട്യൂബ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇല്ല അല്ലേ? ഇല്ല, ആ സ്റ്റേജിൽ നമ്മൾ എത്തിയിട്ടില്ല. ഹലോ. അതെ, ഹലോ. അതെ, ആ സ്റ്റേജ് എന്ന് പറയുമ്പോ എന്തോ ആ സ്റ്റേജിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞത് നമ്മൾ ആ സാങ്കേതിക ട്യൂബ് മാറ്റി വെച്ചുള്ള ട്രീറ്റ്മെന്റ് അത്രേ നമ്മൾ എത്തിയിട്ടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സാങ്കേതികമായിട്ട് എത്തിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. ശരിയാ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഒരു കോൾ. ഹലോ. ഹലോ. യെസ്. എവിടുന്നാണ് വിളിക്കുന്നത്? കണിയാപുരത്തുനിന്ന്. ഡോക്ടർ സംസാരിച്ചു. ഹലോ ഡോക്ടർ. യെസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 10 മാസമായേ. പറഞ്ഞോളൂ, ചോദിച്ചോളൂ. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 10 മാസം. യെസ്, കേൾക്കുന്നുണ്ട്. പിന്നെ ആദ്യം 2 മാസം കഴിഞ്ഞിട്ട് പ്രഗ്നന്റ് ആയി. പിന്നെ 2.5 മാസം ആയപ്പോ ബ്ലീഡിംഗ് ആയി, അങ്ങനെ അബോർഷൻ ആയി പോയി. അതെ, കേൾക്കുന്നുണ്ട്, പറയൂ. അബോർഷൻ ആയി പോയി. സൗണ്ട് അബോർഷനായി പോയി. പിന്നെ കൊച്ചിന് വളർച്ച കുറവാണെന്ന് പറഞ്ഞ് പിന്നെ മെൻസസ് ആവുന്ന 35 ദിവസത്തിലൊരിക്കലാണ്. പിന്നെ ഇപ്പൊ വീണ്ടും ഡോക്ടർ പ്രഗ്നന്റ് ആകാനുള്ള ഗുളികയൊക്കെ തന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്ന് രാവിലെ മൂത്രം ടെസ്റ്റ് ചെയ്തപ്പം ഇത് നെഗറ്റീവാണ് കണ്ടേ. അതുകൊണ്ട് വിഷമിച്ചിരിക്കുകയാണോ? ഇയാള് വളരെ ചെറിയ കുട്ടിയാണ്. കല്യാണം കഴിഞ്ഞ് 10 മാസം ആയിട്ടുള്ളൂ. 19 വയസ്സേ ആയിട്ടുള്ളൂ. എത്ര വയസ്സാ? 19 വയസ്സ്. ഭർത്താവ് കൂടെ ഉണ്ടല്ലോ? ഇവിടെ നാട്ടിലാണ്. നാട്ടിലുണ്ട്. 19 വയസ്സുമായിരിക്കും. ഒരു അബോർഷൻ ആയി പോയി. സാരമില്ല. ഇനി നമ്മൾക്ക് കൃത്യമായിട്ടുള്ള മെൻസസ് വന്ന് മനസ്സിനെല്ലാം സന്തോഷമായിട്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോ നിങ്ങൾക്ക് കുട്ടി ഉണ്ടാവും. അപ്പൊ ഇനി കുട്ടി ഉണ്ടാകുമ്പോ വളർച്ച കുറവായിട്ട് അത് നേരത്തെ തന്നെ ഡോക്ടറെ കണ്ടിരിക്കണം. വല്ല ഒരു അണുബാധ എന്തെങ്കിലും യോനി മുഖത്തോ യൂട്രസിലോ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം കേട്ടോ. അതെല്ലാം നോക്കി ട്രീറ്റ്മെന്റ് ചെയ്ത് നിങ്ങൾ സന്തോഷമായിട്ട് കഴിയുക, ഗർഭിണിയാകും. താങ്ക് യു ഡോക്ടർ. താങ്ക് യു. അടുത്ത കോളുണ്ട്. ഹലോ. ഹലോ. എവിടുന്നാ സംസാരിക്കുന്നത്? ഹലോ. എവിടുന്നാ? യെസ്, സംസാരിച്ചോളൂ ഡോക്ടറോട്. ആ ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കും കേട്ടോ. ഹലോ. ഹലോ ഡോക്ടർ, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വിളിക്കുന്നത്. വിളിക്കൂ, പറയൂ. എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഒരു 5 മാസമായി. ടിവിയുടെ വോളിയം കുറയ്ക്കോ? എനിക്ക് PCOD പ്രോബ്ലം ഉണ്ട്. അതെ. അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു കല്യാണം.
ഹലോ. ടിവിയുടെ വോളിയം ഒന്ന് കുറച്ചിട്ട് സംസാരിക്കൂ. അപ്പോഴത്തേനും ഡോക്ടർ എനിക്ക് ഇതിനുള്ള ഗുളികയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് 1 വർഷത്തേക്ക് കുഞ്ഞുങ്ങളൊന്നും വേണ്ടാന്ന തീരുമാനത്തിലായിരുന്നു. അതിനുവേണ്ടി കുറച്ച് മെഡിസിൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അതിന്റെ PCOD പ്രോബ്ലം മാറിയെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ പീരീഡ്സ് റെഗുലർ ആയിട്ട് വരുന്നില്ല ഡോക്ടർ. PCOD എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? പോളിസിസ്റ്റിക് ഓവറിയുടെ. അതെ, അതെന്താണെന്നറിയാമോ? അത് ഓവറിൽ സിസ്റ്റുകൾ ഉണ്ടാവുന്നതാണ് പറഞ്ഞത് ഡോക്ടർ. അപ്പൊ ഇനി എന്ത് ചെയ്യണം അത് മാറാൻ? നിങ്ങൾക്ക് 2 ഓവറി ഉണ്ട്. അപ്പൊ ഒരു ഓവറിയിൽ ഒരു ഫോളിക്കിളാണ് വരേണ്ടുള്ളത്. അണ്ടാശയത്തിൽ നിന്ന് ഒരണ്ടം വരണം. നിങ്ങൾക്ക് ഒരു അണ്ടാശയത്തില് പല അണ്ടങ്ങൾ പല പ്രാവശ്യം വരികയാണ്. അത് ഇതെല്ലാം വലുതായി നമുക്ക് ഫലപ്രദമാകുന്നില്ല. അപ്പൊ നമ്മളെ ശരീരത്തിൽ എന്ത് വരുന്നു? ശരീരത്തിലെ ഹാർമോണൽ ഇംബാലൻസ് വരും. അതെ, അതൊന്ന്. രണ്ടാമത് നിങ്ങള് തടി കൂടുതലുള്ള സ്ത്രീയാണോ? ലേശം തടിയായിരുന്നു, പക്ഷെ ഇപ്പൊ അതിന്റെ വെയിറ്റ് കുറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എത്ര കിലോ ഉണ്ട് ഇപ്പൊ? ഇപ്പം 62. അപ്പൊ വയസ്സ് എത്ര? 2 വയസ്സുണ്ട്. 23. അപ്പൊ അത് ഇത്തിരി കൂടുതലാണ്. തടി കുറയ്ക്കാനുള്ള മരുന്നെല്ലാം എടുക്കണം. പിന്നെ മറ്റേ ഹാർമോൺ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഓവുലേഷൻ ഉണ്ടാക്കണം. പിന്നെ ഹസ്ബൻഡിന് പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല, ഹസ്ബൻഡിന് പ്രശ്നമൊന്നുമില്ല. ഹസ്ബൻഡ് ഇവിടെ ഇല്ല, പുറത്താണ്. അപ്പൊ പിന്നെ എങ്ങനെ നിങ്ങൾ ഗർഭിണിയാകും? അല്ല, എനിക്കിപ്പം എനിക്ക് ഡൗട്ട് ഇനിയും ഗർഭിണിയാവുമെന്നുള്ളത്. തീർച്ചയായിട്ടും. എന്തുകൊണ്ടാകും? വലിയ പ്രോബ്ലം ആവും? ഇല്ല ഇല്ല. അപ്പൊ ഓവുലേഷൻ നടക്കും. ഭർത്താവ് അടുത്ത് വേണം. നിങ്ങൾക്ക് ഓവുലേഷൻ വേണം. ആ സമയത്തല്ലേ നിങ്ങൾക്ക് ഗർഭിണിയാകാൻ പറ്റുള്ളൂ. അല്ല ഡോക്ടറെ, ഇതൊരു പ്രോബ്ലം ആവത്തില്ലല്ലോ? ഇല്ല. അല്ല, എനിക്ക് വരുന്നേ ഇല്ല ഈ പീരീഡ്സ് വരുത്തണം. അതാണ് ഡോക്ടറിന്റെ ജോലി. അത് ഞങ്ങള് ഈ മെഡിസിൻ കഴിച്ചേ ആകുന്നുള്ളൂ. മെഡിസിൻ കഴിച്ച് ഓവുലേഷൻ ടൈമില് ഭർത്താവ് അടുത്തുണ്ടാവണം. അപ്പൊ മെഡിസിൻ നിങ്ങൾ ഇവിടെ കഴിച്ചോണ്ടിരിക്കും, ഓവുലേഷൻ നിങ്ങൾക്ക് വന്നോണ്ടിരിക്കും. നിങ്ങളെ ഭർത്താവ് വേറെ വല്ലയിടത്തും ആണെങ്കിൽ നമുക്ക് ശരിയാവില്ലല്ലോ. അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് പോവുക. ഇനിയും കോളാണ് ഡോക്ടർ. ഹലോ. മാഡം, ഞാൻ തിരുവനന്തപുരത്തുനിന്നാ. കല്യാണം കഴിഞ്ഞിട്ട് 3.5 വർഷമായി. 2 പ്രാവശ്യം അബോർഷനായി. ആദ്യം ബ്ലീഡിങ് വന്നു, സ്റ്റെപ്പൊക്കെ കയറി ബ്ലീഡിങ് വന്നു, അങ്ങനെ അബോർഷനായി. രണ്ടാമത് സ്കാൻ ചെയ്തപ്പോ കുട്ടിക്ക് വളർച്ചയില്ലാന്ന് പറഞ്ഞു, അങ്ങനെ അബോർട്ട് ചെയ്യേണ്ടി വന്നു. പിന്നെ മെൻസസ് റെഗുലർ ആയിട്ടാണ്. ചിലപ്പോ 40, 45, 50 ദിവസം വരെ ചിലപ്പോ ആയിട്ടുണ്ട്. പിന്നെ ഒരു സിസ്റ്റ് എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഓവറിന്നോ? ലെഫ്റ്റ് ഓവറിന്ന്. അത് ലാപ്രോസ്കോപ്പി വഴിയാണോ? അല്ലാതെ. പിന്നെ ഓവുലേഷൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോ ഓവുലേഷൻ കറക്റ്റ് നടക്കുന്നുണ്ട്, ചിലപ്പോ അത് ഫോളിക്കിൾ വലുതായിട്ട് പിന്നെ അങ്ങ് ചുരുങ്ങി പോകുന്നുണ്ട്. വലുതായിട്ട് പൊട്ടാതെ. അതെ, മനസ്സിലായി. ചുരുങ്ങി പോകുന്നുണ്ട്. അപ്പൊ അത് ഇനി പിന്നെ ഈ HSG ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഇംപ്രഷൻ ട്യൂബ് ബ്ലോക്ക് ഇട്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. അതെ, ഈ ഓവറി എടുത്ത ട്യൂബിന്റെ ആ സൈഡിലെ ട്യൂബാണോ ബ്ലോക്ക്? അതെ. മാഡം പറഞ്ഞു ചിലപ്പോ സ്റ്റിച്ച് അങ്ങനെ ഇട്ടപ്പോ ചെറുതായിട്ട് അങ്ങനെ ആയിരിക്കും. അപ്പൊ നമുക്ക് മറ്റേ ട്യൂബ് ഉണ്ടല്ലോ, മറ്റേ ട്യൂബ് ഉണ്ട്, മറ്റേ ഓവറി ഉണ്ട്, നിങ്ങൾക്ക് യൂട്രസ് ഉണ്ട്. നിങ്ങളെ ഭർത്താവ് അടുത്തുണ്ടോ? ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒരുമിച്ച് കഴിയുക, പിന്നെ ഡോക്ടറെ കാണുക. ഇപ്പൊ 2 അബോർഷൻ ആയത് കാരണം ഒരു ഹൈഡ്രോട്യൂബേഷൻ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. ഹൈഡ്രോട്യൂബേഷൻ അത് വളരെ എക്സ്പെൻസീവ് അല്ല. അത് ഈ 1-2 ആന്റിബയോട്ടിക്സ് ചേർത്തിട്ട് അത് ഗർഭാശയത്തിലോട്ട് നമ്മളെ പുഷ് ചെയ്യും. അപ്പൊ യൂട്രസിനകത്ത് എന്തെങ്കിലും അണുബാധയോ പ്രശ്നമോ ഉണ്ടെങ്കിൽ ശരിയാവും. മറ്റേ ട്യൂബ് വളഞ്ഞോ മറ്റോ ഇരിക്കുകയാണെങ്കിൽ അതും ശരിയാകും. അപ്പൊ അതൊരു വളരെ നല്ല മരുന്നാണ്, ട്രീറ്റ്മെന്റ് ആണ്. ഇത് ചുരുങ്ങുന്നത് എന്തുകൊണ്ടാണ് വേറെ ഇങ്ങനെ വലുതായിട്ട് ഫോളിക്കിൾ? അത് ഇത് ഈ പോളിസിസ്റ്റിക് ഓവറി എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസം തന്നെയാണ്. അത് ചുരുങ്ങാതിരിക്കണമെങ്കിൽ നേരത്തെ നമ്മൾ അതിന് സ്കാൻ ഇൻഡക്ഷൻ തന്ന്, സ്വതവേ ഓവുലേഷൻ ഇല്ലെങ്കിൽ മാത്രം ഇൻഡക്ഷൻ മതി. ഇല്ലെങ്കിൽ ആ ഇൻഡക്ഷൻ തന്ന് ചെറിയ രീതിയിൽ അത് നല്ലവണ്ണം ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ച് ആ ഓവുലേഷൻ ടൈമില് നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചുണ്ടാകണം. അതെല്ലാം നിങ്ങൾ വൈകി പോയിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ ഒരു IUI ചെയ്യുന്നതില് ചെയ്തിട്ടുണ്ട് മാഡം ഒരു പ്രാവശ്യം. അപ്പൊ ഇനിയും നോക്കുക, ഡോക്ടറെ കാണിച്ച് വിശ്വാസമായിട്ട് നിങ്ങളെ സന്തോഷമായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുക. എന്താ ചാൻസ് ഉണ്ടോ?
ചാൻസ് ഒക്കെ ധാരാളമുണ്ട്. ഒരു ഓവറി ഉണ്ടല്ലോ, ഒരു ട്യൂബ് ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ട്. ധാരാളം കോൾസ് വരുന്നുണ്ട് ഡോക്ടർ. ഇനി അടുത്ത കോളർ ആരും നോക്കാം. ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. പൂവാറിന്നാണേ. എവിടുന്നാ? പൂവാറിന്ന്. പറയണോ? 14 വർഷമായി എനിക്ക് മക്കളൊന്നും ഇല്ല. ഒരുപാട് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് എന്നിട്ടും ഒരു ഇതുമില്ല. ഈ കഴിഞ്ഞ വർഷം തന്നെ 6 മാസം വന്നിട്ട് IUI ചെയ്തു. 6 പ്രാവശ്യം ചെയ്തു. എന്നിട്ടും ഒന്നും ആയില്ല. എല്ലാം നെഗറ്റീവായിരുന്നു. ഇപ്പോഴും ആളില്ല. അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തു. അവര് പറയുന്നതില് പിന്നെ ഓവുലേഷൻ ക്ലിയർ ഇല്ല, ഗർഭപാത്രം വളർച്ചയില്ല എന്ന് പറയുന്നു. അപ്പൊ അതിനുള്ള ഗുളികളൊക്കെ തന്നിരിക്കുന്നു. അത് കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. പക്ഷെ ഇപ്പൊ ഭർത്താവ് ഇല്ലായിരിക്കുന്ന സ്ഥിതിയില് നിങ്ങള് പ്രാഥമികമായിട്ട് ചെയ്യാനുള്ളത് തടി കൂടുതലാണോ? തടി കൂടുതലാണ്. അപ്പൊ തടി കുറയ്ക്കുക. ചെറുതിലെ വേണം തന്നെ. ഇപ്പായിട്ട് അല്ല. ഇപ്പൊ വയസ്സ് എത്രയായി? വയസ്സ് 29. അപ്പൊ തീരെ ചെറിയ വയസ്സിൽ കെട്ടിച്ചു. തന്നെ 16 വയസ്സിൽ കെട്ടിച്ചു. അപ്പൊ ഇനി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഗർഭം ധരിക്കാൻ സാധിക്കാത്തതെന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു. ട്യൂബ് ടെസ്റ്റ് ഒക്കെ ചെയ്ത അല്ല, നിങ്ങളെ ഓവറി നിങ്ങളെ ഗർഭപാത്രം ചെറുതെന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഗർഭപാത്രം വളരാനുള്ള മരുന്നുകളുണ്ട്. അപ്പൊ ആ ഡോക്ടറിനെ കണ്ട ആ മരുന്നുകളെല്ലാം കഴിക്കണം. എന്താ പീരീഡ് കറക്റ്റ് ആവണമെങ്കിൽ ഓവുലേഷന്റെ കാര്യങ്ങള് ഡോക്ടർ ഈ ഓവുലേഷൻ കറക്റ്റ് ഈ ഗുളിക കഴിച്ചാൽ കറക്റ്റ് ആവുമല്ലോ. 2-3 അബോർഷൻ ആയിട്ടുണ്ട്. അബോർഷൻ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങള് ഒട്ടും ഗർഭം ധരിക്കാത്ത ഒരു സ്ത്രീ അല്ല. അപ്പൊ എന്തുകൊണ്ട് അബോർഷനായി അതിന്റെ കാര്യകാരണങ്ങൾ മനസ്സിലാക്കി അതിനുവേണ്ടി ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഭർത്താവിനെയും അടുത്തുണ്ടെങ്കിൽ പ്രശ്നമൊന്നും വരില്ല. 6 മാസം ഉണ്ടായിരുന്നു. ഈ 6 മാസം IUI തന്നെ ചെയ്തത്. അവർ ലാപ്രോസ്കോപ്പി ചെയ്യാൻ സമയമില്ല എന്ന് പറഞ്ഞു. അതെല്ലാം ചെയ്യണോടോ? അതെല്ലാം ചെയ്താലേ പറ്റുള്ളൂ. പിന്നെ IUI ചെയ്തു കഴിയുമ്പോഴേക്ക് IUI ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ സ്ത്രീയെ വളരെ വ്യക്തമായി നമ്മൾ പരിശോധിച്ചിരിക്കണം. അവർക്ക് ഓവുലേഷൻ ഉണ്ടായിരിക്കണം. ആ ഓവുലേഷൻ ടൈമിൽ വേണം ഇത്. അവര് ഈ പിന്നെ പീരീഡ് ആകുമ്പോഴത്തേക്കും കൂടെ ഇഞ്ചക്ഷൻ ഒക്കെ തരും. 1500 ഇഞ്ചക്ഷൻ ഒക്കെ തന്ന് തന്നെ ഓവുലേഷൻ കറക്റ്റ് ആയി തന്നെ IUI ചെയ്യുന്നത്. പിന്നെ അപ്പോഴും പിന്നെ ഡേറ്റ് താമസിക്കും. അപ്പൊ യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നെഗറ്റീവ്. അങ്ങനെ പ്രയാസമായിട്ട് ഒരുപാട് ഡോക്ടർമാരെ കാണിച്ച്. തൈറോയിഡിന്റെ ഒക്കെ നോക്കിയിട്ടുണ്ടോ? തൈറോയിഡ് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ആദ്യം കുഴപ്പമുണ്ടായിരുന്നു. അപ്പൊ എന്ന് വിചാരിച്ച് തൈറോയിഡിന്റെ ഗുളിക കഴിക്കുവാണെങ്കിൽ കഴിക്കാതിരിക്കരുത്. അങ്ങനെ ചിലർ ചെയ്യും. ടെസ്റ്റ് ചെയ്തപ്പോ കുഴപ്പമില്ലാന്ന് പറഞ്ഞിരുന്നാലും ഡോക്ടർ പറയണം ഈ തൈറോയിഡിന്റെ ഗുളിക കഴിക്കണ്ടെന്ന്. എന്നാലേ നിങ്ങളെ നിർത്താവുള്ളൂ. അല്ലാതെ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നിർത്തരുത്. ഇപ്പോഴും പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഇപ്പൊ കഴിക്കണ്ടെന്ന് പറഞ്ഞു. അതിന് കുഴപ്പമൊന്നുമില്ല, ഈ വളർച്ച കുറവ് തന്നെ ഉള്ള. അപ്പൊ യൂട്രസിന്റെ വളർച്ച കൂട്ടാനുള്ള മരുന്നുകളുണ്ട്. അത് കൂടെ ഒന്ന് ട്രൈ ചെയ്യുക. ശരി മാഡം, താങ്ക്സ്. ഹലോ, ഒരു കോൾ. ഹലോ 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 ചോദിച്ചോളൂ ഡോക്ടർ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഞാൻ ട്രിവാൻഡ്രത്തുനിന്നാണ്. എന്റെ പേര് സന്തോഷ് എന്നാണ്. വൈഫ് ഇവിടെ ഇല്ലാത്തതാണ് ഞാൻ തന്നെ വിളിക്കുന്നത്. എന്താ? വൈഫ് സ്ഥലത്ത് ഇല്ല, അതാണ് ഞാൻ വിളിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായി. എനിക്കിപ്പോ 35 വയസ്സുണ്ട്, വൈഫിന് 30 വയസ്സുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇതുവരെ കുഞ്ഞുങ്ങളില്ല. വൈഫ് എവിടെ പോയിരിക്കുക? വൈഫ് സ്കൂളിൽ പോയി. സ്കൂൾ ടീച്ചറാണ്? ടീച്ചറല്ല, സ്കൂളിലെ ടീച്ചറാണ്. പിന്നെ അപ്പൊ ഞങ്ങള് 2-3 ഡോക്ടറെ കാണിച്ചു. അപ്പൊ വൈഫിന് വിവാഹത്തിന് മുമ്പ് തന്നെ വയറൊരു ഓപ്പറേഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഓവറിക്ക് അല്പം വീക്കാണെന്ന് പറഞ്ഞു. മറ്റേ ഓവറി പ്രശ്നമല്ല. അപ്പൊ എന്റെ 7 ടെസ്റ്റ് എല്ലാം ക്ലിയർ ആണ്. അപ്പൊ പിന്നെ എന്നാൽ പക്ഷെ ഈ ഓവറേഷൻ എല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കുന്നു. ഞങ്ങള് പല സ്കാനിങ് എല്ലാം ചെയ്തു, പക്ഷെ കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല. പക്ഷെ ഒരു ലാപ്രോസ്കോപ്പി കൂടെ ചെയ്യുന്നത് നന്നായിരിക്കും. എങ്ങനെ? ഒരു ലാപ്രോസ്കോപ്പിക്ക് കൂടെ വിധേയാകുന്നത് നന്നായിരിക്കും. ചിലപ്പോ ഈ ആദ്യത്തെ ഓപ്പറേഷനില് ഈ അഡിഷൻസ് എന്ന് പറയും, ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പൊ ഏതെങ്കിലും ഭാഗം ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മള് വേർപെടുത്തി കൊടുക്കണം. അത് വയറ് ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ ലാപ്രോസ്കോപ്പ് അറിയാമല്ലോ, അത് ചെയ്തു കഴിഞ്ഞാല് മിക്കവാറും നല്ല ഒരു ഫലം കിട്ടും. IUI ചെയ്യുന്നതിന് നല്ല മീഡിയ നല്ലവണ്ണം വാഷ് ചെയ്ത് ചെയ്യുമ്പോഴേക്ക് ഒരു 1500 ഒക്കെ വരും.
ട്രിവാൻഡ്രത്ത് പല ഹോസ്പിറ്റലിലും ചെയ്യുന്നുണ്ട്. അതെ, ഡോക്ടർ ഹോസ്പിറ്റലാണ്. എന്തോ? ഡോക്ടർ ഹോസ്പിറ്റലാണ്. ഞാനിപ്പോ ഇവിടെ കിംസില് ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ ലോഡ്സിലും പോണുണ്ട്. ഓക്കെ, അടുത്ത കോൾ. ഹലോ ഹലോ, എവിടുന്നാണ്? ഹലോ, എവിടുന്നാ സംസാരിക്കുന്നത്? ഞാൻ മേനംകുളത്ത് നിന്നാണേ. ഡോക്ടർ സംസാരിച്ചോളൂ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഡോക്ടർ മുമ്പ് ഡോക്ടർ പേഷ്യന്റ് ആയിരുന്നു ഞാൻ. ആരാ? ലേഹ എന്നാണ് പേര്, മേനംകുളത്തുനിന്ന്. പറയൂ. 5 വർഷം വരെ ഡോക്ടർ ട്രീറ്റ്മെന്റ് ആയിരുന്നു. CNC ഒക്കെ ചെയ്ത് ചേട്ടനൊരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് അതിൽ നല്ല കൗണ്ട് 85% വരെ ഉണ്ട്. പക്ഷെ ഇതുവരെയായിട്ടും ഗർഭിണിയായിട്ട് 10 വർഷമായി ഡോക്ടർ. പിന്നെ എന്താ ലേഖ എന്റെ അടുത്ത് വരാതെ പോയി? ഡോക്ടർ കുറെ നാൾ കഴിച്ചിട്ട് പറഞ്ഞു ഇനി ഗുളി കഴിക്കാതെ കുറച്ചാൾ നോക്കാൻ പറഞ്ഞു. അപ്പൊ അതോടുകൂടി അങ്ങ് മാറിക്കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ജയകൃഷ്ണ ഡോക്ടറുടെ പോയി ലാപ്രോസ്കോപ്പ് ചെയ്തിട്ട് ഇപ്പൊ 4 വർഷമായി. കേൾക്കാമോ ഡോക്ടർ? കേക്കാലോ. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് 6 പ്രാവശ്യം IUI ചെയ്ത് നോക്കി. അത് കഴിഞ്ഞിട്ട് ഗർഭിണിയായില്ല. എന്തു പറ്റിയെന്ന് അറിയത്തില്ലല്ലോ ലേഖേ. അപ്പൊ ഒന്നില് ഡോക്ടർ ജയകൃഷ്ണനെ തന്നെ കണ്ടോളൂ. കണ്ട് എന്താ പറഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കാം. ഇപ്പൊ നമ്മൾ അറിയാവുന്നുള്ളത് കൊണ്ടേ, തമ്മിൽ അറിയാവുന്നുള്ളത് കൊണ്ട് എനിക്ക് ജിജ്ഞാസയുണ്ട് എന്തുകൊണ്ടായില്ല എന്നുള്ളത്. ചിലപ്പോ എനിക്ക് എന്റെ പ്രാക്ടീസില് 19-20 വർഷങ്ങളൊക്കെ മാരേജ് ലൈഫ് കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടാകാത്ത കേസും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ലേഖ വിഷമിക്കണ്ട, ലേഖയ്ക്കാകും. പ്രതീക്ഷകളോടുകൂടി ജീവിക്കുക. എവിടെയാണ് കറക്ഷൻ വേണ്ടത് എന്നുള്ളത് ഡോക്ടർ പറയുന്ന അനുസരിച്ച് കേൾക്കുക. ഓക്കെ, ഇനിയും കോളാണ് ഡോക്ടർ. ഹലോ 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 ഹലോ, എവിടുന്നാണ്? തിരുവനന്തപുരത്ത് നിന്നാണ്. സംസാരിച്ചോളൂ. പേര് രാജേശ്വരി. സംസാരിച്ചോളൂ. ഓക്കെ, ഹലോ ഡോക്ടർ. യെസ് ഡോക്ടർ, എന്റെ പേര് രാജേശ്വരി. തിരുവനന്തപുരത്ത് നിന്നാണ്. അതെ. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. 2 വർഷമായിട്ട് ഡോക്ടറിനെ കാണിക്കുന്നുണ്ട്. എനിക്ക് PCOD ട്രബിൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. PCOD മീൻസ് അതിന് മൾട്ടിപ്പിൾ ഫോളിക്കിൾസ് ആണ് ട്രബിള്. മൾട്ടിപ്പിൾ ഫോളിക്കിൾസ് കാരണം എനിക്ക് പീരിയഡ്സ് കറക്റ്റ് ആയിട്ട് വരാറില്ല. പീരിയഡ്സ് കറക്റ്റ് ആയിട്ട് വരാറില്ല എന്ന് പറഞ്ഞാൽ അതിനുള്ള ട്രീറ്റ്മെന്റ് കുറച്ച് തന്നിരുന്നു. ട്രീറ്റ്മെന്റ് ഒരു 3 മാസം നോവലോൺ ടാബ്ലറ്റ് കഴിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് ഇതൊക്കെ തന്നെ ലെട്രോസിനൊക്കെ ടാബ്ലറ്റ്സ് തന്നിരുന്നു. അത് കഴിഞ്ഞ് റെക്കമോൺ ഇഞ്ചക്ഷൻ എടുത്തു. എന്നിട്ടും ഒന്നും ആയില്ല. ഇപ്പം അടുത്ത ലാപ്രോസ്കോപ്പി ചെയ്ത് നോക്കിയാൽ അറിയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്? തീർച്ചയായിട്ടും ചെയ്യണം. ലാപ്രോസ്കോപ്പി എന്ന് വെച്ചാൽ കീ ഹോൾ ഓപ്പറേഷൻ എന്ന് പറയാറില്ലേ? ഈ പൊക്കിളിന്റെ താഴ്വശത്ത് ഒരു ദൂരമിട്ട് ഒരു സ്കോപ്പ് കടത്തി നമ്മൾ അതിൽ കൂടെ ഈ സ്ക്രീനിൽ നമുക്ക് നിങ്ങളെ യൂട്രസും ഓവറിയും എല്ലാം കാണാം. അപ്പൊ അതിൽ കൂടെ എന്തെങ്കിലും കറക്ഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വിജയ % കൂടുതലാണ്. ഭർത്താവ് സ്ഥലത്തുണ്ടോ? ഭർത്താവ് സ്ഥലത്തുണ്ട്. അതേപോലെ നിങ്ങൾക്ക് തടി എങ്ങനെയാണ്? കൂടുതലാണോ? തടി കൂടുതലാണ്. എത്ര കിലോ ഉണ്ട്? ഇപ്പൊ ഒരു 70 കിലോസ് ഉണ്ട്. വയസ്സ് എത്രയായി? 27. അപ്പൊ ലാപ്രോസ്കോപ്പി ചെയ്യുന്നതിനോടൊപ്പം ശരീരത്തിന്റെ തടി കുറയ്ക്കണം. അതിനുള്ള മരുന്നുകളെല്ലാം ഉണ്ട്. തടി കുറയ്ക്കാന് ഒരു ഡയാമെറ്റ് ടാബ്ലറ്റ് തന്നിരുന്നു. അത് ഒരു 6 to 7 months കഴിച്ചു. അപ്പം ഒരുപാട് ശരീരം ക്ഷീണിച്ചു. ക്ഷീണിക്കട്ടെ. എന്താ ചെയ്യണമെന്നറിയാമോ? ബർഗർ കേൾക്കാമോ? ബർഗർ, ഫാസ്റ്റ് ഫുഡ്, ഐസ്ക്രീം എല്ലാം കുറയ്ക്കണം. ഉപ്പിലിട്ട സാധനങ്ങളെല്ലാം കുറയ്ക്കണം. അതുപോലെയുള്ള സാധനങ്ങൾ, ഇലക്കറിയും ഈ പൊരിച്ച പപ്പടം, മീൻ പൊരിച്ചതൊക്കെ അവോയ്ഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇലക്കറിയും മലക്കറിയും എല്ലാം കഴിക്കണം. വീട്ടിലുണ്ടാക്കിയ സാധനങ്ങൾ കഴിക്കണം. ഡയമറ്റ് ഒരു വശത്ത് കഴിച്ചിട്ട് ഫാസ്റ്റ് ഫുഡ് മറ്റു വശത്ത് കഴിച്ചിട്ട് വലിയ പ്രയോജനമില്ല. ഓക്കെ ഡോക്ടർ. ഡോക്ടർ, അത് മാത്രമല്ല, ഇപ്പൊ മൾട്ടിപ്പിൾ ഫോളിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രബിള് വേറെ പല ട്രബിൾസ് വരുമോ? വേറെ പല ട്രബിൾസില് ഒന്നും ഇപ്പൊ ഈ പ്രായത്തില് ആശങ്കപ്പെടണ്ട. അണ്ടാശയത്തില് ഒരണ്ടം വരുന്നതിന് പകരം പല അണ്ടങ്ങള് പല സമയത്തായി വരികയാണ്. അതാണ് പോളിസിസ്റ്റിക് ഓവറി. ഈ ലാപ്രോസ്കോപ്പിൽ കൂടി അത് നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാ അണ്ടങ്ങളെയും പൊട്ടിക്കും, കുത്തിപ്പൊട്ടിക്കും. അതോടുകൂടി നിങ്ങളെ യൂട്രസിനെ അവർ നോക്കും, പിന്നെ ട്യൂബിനെ നോക്കും, ട്യൂബ് ശരിയാണോ എന്ന് നോക്കും.
ആകെ കൂടി ഒരു അവലോകനമാണ്. അപ്പൊ അതിന്റെ കൂടെ നിങ്ങൾക്ക് വല്ല മെഡിസിനും കൂടെയൊക്കെ തരുമ്പോൾ നിങ്ങൾ ഭർത്താവ് അടുത്ത് വേണം. ഭർത്താവിന്റെ ബീജത്തിന്റെ കൗണ്ട് ഇതെല്ലാം ചലനശേഷിയും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. ഈ ലാപ്രോസ്കോപ്പി ചെയ്തിട്ട് ഭർത്താവിന്റെ കൂടെ താമസിക്കണം. നോർമൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ലാപ്രോസ്കോപ്പിന് വിധേയമാകുക. ഓക്കെ, ശരി മാഡം. ഒരു കോൾ കൂടെ ഉണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഡൽഹിയിൽ നിന്നാണ് മാഡം. എന്റെ വൈഫിന് വേണ്ടി ചോദിക്കുന്നത്, 2 പ്രസവം കഴിഞ്ഞു, ഒരു IUD ആയിരുന്നു, ഒരു അബോർഷനുമായ കേസാണ്. അത് കഴിഞ്ഞ് ഇപ്പൊ 40 വയസ്സുണ്ട്. 40 വയസ്സുള്ള ആൾക്ക് ഇപ്പം യാദൃശ്യം ഇത് ബ്ലീഡിങ് വരുന്നത് ശരിയായ ടൈമിലല്ല. കാലിന് ഈ തുടയ്ക്കൊക്കെ നല്ല നീരുണ്ട്. അങ്ങനെ ഈ ബ്ലീഡിങ് ആകുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. എന്താണെന്ന് പറഞ്ഞുതരാമോ? അപ്പൊ IUD ആണോ ആദ്യമായത്, അബോർഷനാണോ ആദ്യമായത്? ഫസ്റ്റ്ലി അബോർഷൻ, സെക്കൻഡ്ലി IUD, ദെൻ ഒരു ഡെലിവറി. ഒരു കുഞ്ഞുണ്ടല്ലേ? ഇതിന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സിസേറിനായിരുന്നു. അതെ, ഒരു കുഞ്ഞുണ്ടല്ലോ. ഒരു കുഞ്ഞുണ്ടല്ലോ. 2 കുഞ്ഞുങ്ങളുണ്ട്. 2 കുഞ്ഞു. ആദ്യം IUD, ഫസ്റ്റ് അബോർഷൻ, സെക്കൻഡ് ഡെലിവറി, തേർഡ് IUD ആൻഡ് ഫോർത്ത് സെക്കൻഡ് സിസേറിയനായിരുന്നു. അപ്പൊ ഇപ്പൊ ഇവർക്ക് 40 വയസ്സായി. 40 വയസ്സ്. ഇപ്പൊ പീരിയഡ് സമയത്ത് വേദനയുണ്ട്. ഈ തുടയ്ക്കൊക്കെ നീരുണ്ട്. മൊത്തത്തിലൊരു ബുദ്ധിമുട്ടുകളാണ്. അവിടുത്തെ ഒരു ഡോക്ടറിനെ, ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണം. പരിശോധിച്ചിട്ട് അവരുടെ യൂട്രസിൽ വല്ല മുഴയുണ്ടോ? വയറും പുറത്തോട്ട് ചാടുന്നുണ്ട്. എന്തോ വയറ് പുറത്തോട്ടുണ്ട് ഒത്തിരി. അത് സാരമില്ല, അത് ചിലപ്പോ ഫാറ്റ് കൊണ്ടായിരിക്കും. ഈ ഗർഭാശയത്തിലോ ഗർഭാശയത്തിലോ ഓവറിയിലോ ട്യൂബിലോ വല്ലതും പ്രശ്നമുണ്ടോ എന്ന് നോക്കണം. ഒരു റീസെന്റ് ഞങ്ങളൊരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കി, അതിനകത്തും കുഴപ്പമൊന്നും ഉള്ളതായിട്ട് പറഞ്ഞില്ല. അപ്പൊ എൻഡോമെട്രിയോസിസ് എന്നൊരു പ്രതിഭയുണ്ട്. അല്ലെങ്കിൽ ഈ 2 സിസേറിയൻ കഴിഞ്ഞില്ലേ, അതിന്റെ അഡിഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ വൈഫ് ഇപ്പോ മെനോപാസിന്റെ ഏതാണ്ട് അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പൊ ഹോർമോൺ ടെസ്റ്റുകളും എല്ലാം ഒന്ന് നോക്കണം. എന്തെങ്കിലും വേറെ അഡ്വൈസുകളുണ്ടോ? വേറെ ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അഡ്വൈസ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച് ഡോക്ടർ. ഒരു സംശയം, നമ്മുടെ ഇപ്പം ഈ പുതിയ തലമുറ കംപ്ലീറ്റ് കമ്പ്യൂട്ടറും മൊബൈൽ ഫോൺസും എല്ലാം യൂസ് ചെയ്യുന്നു. അപ്പം ലേറ്റസ്റ്റ് ഒരു സ്റ്റഡി വന്നിരിക്കുന്നു, ലാപ്ടോപ്പ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വന്ധ്യതയ്ക്ക് കാരണങ്ങൾ ഏറുന്നു. ഇതിനെന്തെങ്കിലും ഒരു അതിപ്പോഴും ആധികാരികമായിട്ട് എനിക്ക് ഈ ചർച്ചയിൽ പറയാൻ സാധിക്കില്ല. അത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണല്ലോ ഈ മൊബൈൽ ഫോൺ. അത് ബ്രെയിനിലാണ് കൂടുതൽ അഫക്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇലിയിൽ കെട്ടിയിട്ടുണ്ട് നടക്കുന്നത്. ബ്രെയിനിലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്കൊരു ബോൺ കവറിംഗ് ഉണ്ട്. ഈ അരയിൽ കെട്ടിയിട്ടിരിക്കുമ്പോഴേക്ക് അവിടെയും ഇമ്പോർട്ടന്റ് ഓർഗൻസ് ആണുള്ളത്. സെക്സ് ഓർഗൻസ് ഉണ്ട്, ലിവർ ഉണ്ട്, മറ്റ് കിഡ്നി ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഇതിന് അണ്ടർ സ്റ്റഡിയാണ്. ഇതിന് ഹസാർഡ് ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല, ഉണ്ട്. ഡോക്ടർ, നമുക്ക് ഇനിയും ധാരാളം സംശയങ്ങളുണ്ട്, അതിലേക്കൊന്നും പോകാനുള്ള സമയമില്ല. നമ്മുടെ സമയം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു കാര്യം കൂടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട്, ഇതില് നമുക്ക് കോൾസ് വന്ന കൂടുതലും ഭൂരിഭാഗവും സ്ത്രീകളുടെ ആയിരുന്നു. ഇതില് പുരുഷന്മാർ ഈക്വലി റെസ്പോൺസിബിൾ ആണെന്നുള്ള ഒരു മെസ്സേജ് ഡോക്ടർ പറഞ്ഞു. അവര് ഒഴിഞ്ഞു നിൽക്കേണ്ട കാര്യമില്ല ഇങ്ങനെയുള്ള കേസ് ഇല്ല. ഇപ്പൊ നേരത്തെ ഒരു വന്ധ്യതയില് ആദ്യം സ്ത്രീയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയില്ല. തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാനും പറ്റിയത്. എനിക്ക് ഒരു മെസ്സേജ് ഇവിടെ തരാനുണ്ട്. വന്ധ്യതയ്ക്ക് വേണ്ടി ആളുകൾ ഇങ്ങനെ പരക്കം പാഞ്ഞ് ഓടുകയാണ്. അപ്പൊ 100% നമുക്ക് സക്സസ് കൊടുക്കാൻ ആർക്കും സാധിക്കില്ല. കുറച്ചു പേർക്ക് നിർഭാഗ്യമായിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല എന്നിരിക്കും. ഈ കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല എന്ന് വിചാരിക്കുന്നവര് അവര് ഇതിനു വേണ്ടിയിട്ട് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ജന്മവൈകല്യങ്ങളോടുകൂടി ജനിക്കുന്ന എത്ര പേരുണ്ട്. ജനിച്ചതിന് ശേഷം ആക്സിഡന്റും മറ്റു കാര്യങ്ങളിലും പലവിധത്തിൽ കഷ്ടപ്പെടുന്നവരുണ്ട്. നമ്മളെ ഓർക്കാപ്പുറത്തായിരിക്കും നമുക്ക് ക്യാൻസറും മറ്റു കാര്യങ്ങളും ഉണ്ടാകും. അവരെല്ലാം കഷ്ടം. അപ്പൊ ഇതിനെ നമ്മൾ ഇതൊരു വലിയ നിർഭാഗ്യമെന്ന് വിചാരിക്കാതെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഓക്കെ, ശരിയാണ്. ഡോക്ടറുടെ ഈ ഉപദേശം എല്ലാവരും മാനിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ സുപ്രഭാതത്തിൽ പങ്കെടുക്കാൻ നന്ദി അറിയിക്കുന്നു. നമസ്കാരം. ഏഷ്യാനെറ്റ് ഇങ്ങനെ ഒരു സാഹചര്യം എനിക്ക് ഒരുക്കി തന്നതിൽ വളരെ വളരെ നന്ദി. എല്ലാ പ്രേക്ഷകർക്കും നിങ്ങൾക്ക് എന്റെ നമസ്കാരം.